അതെല്ലാം വളരെ വിജയകരമായി കലാശിക്കും എന്ന് തന്നെയാണ് നമുക്ക് എല്ലാ കൊല്ലവും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ ഈ പരിപാടി ഉദ്ഘാടന ചടങ്ങ് 1 മണിക്കൂർ വൈകിയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കടുത്ത വെയിലിൽ നമ്മുടെ സഹോദരങ്ങൾ ഗുരുവിശ്വാസികളെല്ലാം ഇവിടെ നിന്ന് നടന്നു പോകുന്ന ഒരു പ്രയാസം നമുക്കറിയാം. പക്ഷെ അതെല്ലാം ഗുരുദേവന്റെ അനുഗ്രഹത്താൽ മഹാഗുരുവിന്റെ ആ ഒരു സ്പർശനം സാന്ത്വനം കൊണ്ട് നമുക്ക് അതിനെല്ലാം മറികടക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല. ഇതിനുവേണ്ടി പ്രവർത്തിച്ച, ഇതിനുവേണ്ടി സഹായിച്ച എല്ലാവരോടും ചിറയൻകീഴ് SNDP യൂണിയനുള്ള ആദരം, ഈ ഗുരുക്ഷേത്രത്തിനുള്ള ആദരം ഞാൻ അറിയിക്കുകയാണ്. ആദ്യമായി ഈ ചടങ്ങിന്റെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ വിഷ്ണുഭക്തൻ അവരുടെ ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ബ്രഹ്മശ്രീ ശുഭാനന്ദ സ്വാമികളെ ഈ ക്ഷേത്ര തിരുമുറ്റത്തേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ ക്ഷേത്രത്തിന്റെ ആരാധനായ പ്രസിഡന്റ് ഡോക്ടർ ബി സീരവാണി അവരുടെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. SN ട്രസ്റ്റിന്റെ ലൈഫ് മെമ്പർ RS ഗാന്ധി കടക്കാവൂർ അവരുടെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ശ്രീമതി രാജലക്ഷ്മി അജയനെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ ചന്ദ്രൻ പട്ടണമഠത്തിനെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. നമുക്കറിയാം, ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നവരും വളരെ നല്ല രീതിയിൽ, അതുകൊണ്ട് തന്നെ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് ജയിച്ചവരുമായ ഒരു 5 പേർ ഈ നമ്മുടെ ചടങ്ങിൽ സന്നിഹിതരായിട്ടുണ്ട്. ശ്രീ ഗോപു സുകുമാർ നമ്മുടെ സഭവുള ആശ്രമം ഇരിക്കുന്ന വാർഡിന്റെ മെമ്പറായി ജയിച്ചയാളാണ്. വളരെ സ്നേഹത്തോടെ വിനയത്തോടെ പഞ്ചായത്ത് മെമ്പറെ സ്വാഗതം ചെയ്തു. നമ്മുടെ സഭവുള ആശ്രമവുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിച്ച് ഏറ്റവും കൂടുതൽ വോട്ട് നേടി വിജയിച്ച ശ്രീമതി നിഷ റിജു ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വനിതയാണ്. ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു. ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ആശ്രമത്തിന്റെ കാര്യങ്ങളിൽ പല പഞ്ചായത്ത് മെമ്പർമാരോടും എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ശ്രീനാരായണ എന്ന പേര് കേൾക്കുമ്പോൾ അത് അവഗണിക്കുകയാണ് പതിവ്. പക്ഷെ ഇക്കുറി നമുക്ക് ഉറപ്പുണ്ട്, ശ്രീ പ്രദീപ് കുമാർ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള ശ്രീ പ്രദീപ് കുമാർ ആ വാർഡിൽ വിജയിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. ചിറയൻകീഴ് വാർഡിൽ നിന്ന് വിജയിച്ച ശ്രീമതി ഷീല ഇന്നിവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ തിരുവല്ലം പഞ്ചായത്തിൽ അനുജി നമ്മുടെ പ്രവർത്തകയാണ്. SNDP യോഗത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഗുണപുരം ശാഖയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സമയം അതിക്രമിച്ചതുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാൻ ആരാധ്യനായ സ്വാമികളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. SNDP യോഗത്തിന്റെ കൗൺസിലർ ശ്രീ അടൂർ ബിജുവിനെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ യൂണിയന്റെ കൗൺസിലർ ശ്രീ ഉണ്ണികൃഷ്ണൻ ഗോപിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. യൂണിയന്റെ കൗൺസിലർ ശ്രീ കൃത്യദാസിനെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
യാംശാം സഖാനി രാത്രി പുമർത്ഥനജീസ്യജ ശ്രീനാരായണം മുനിവരം തമഹം നമാം. യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ചിറയൻകീഴ് SNDP യൂണിയന്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ വിഷ്ണുഭക്തൻ അവറുകൾ, യൂണിയന്റെ പ്രിയപ്പെട്ട സെക്രട്ടറി ശ്രീ ശ്രീകുമാർ, ഡോക്ടർ സീരവാണി, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന യൂണിയന്റെ മറ്റ് ഭാരവാഹികളെ, പ്രവർത്തകരെ, പദയാത്രികരെ, ഗുരുദേവ ഭക്തരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹ നിർഭരമായ പ്രണാമം ആദ്യമായി അർപ്പിക്കട്ടെ. ഏതാനും വർഷങ്ങളായി ശിവഗിരി തീർത്ഥാടനത്തോട് അനുബന്ധിച്ച് ചിറയൻകീഴ് SNDP യോഗം യൂണിയന്റെ ആഭിമുഖ്യത്തിലുള്ള വിളംബര പദയാത്ര ഇവിടെ നിന്നും സംഘടിപ്പിക്കാറുണ്ട്. 93ാമത് ശിവഗിരി തീർത്ഥാടനത്തോട് അനുബന്ധിച്ചുള്ള വിളംബര പദയാത്രയ്ക്ക് ഇന്നിവിടെ ഉടനെ സമാരംഭം കുറിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ വിഭാവന ചെയ്ത തീർത്ഥാടന ലക്ഷ്യങ്ങൾ അനർത്ഥമാക്കുക, സ്വായത്തമാക്കുക എന്നുള്ളതാണ് ശിവഗിരിയിലെത്തുന്ന ഓരോ തീർത്ഥാടകരും സ്വായത്തമാക്കേണ്ടത് എന്ന് ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകിയ സന്ദർഭത്തിൽ ഒരു അടിവരയിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. ശിവഗിരി തീർത്ഥാടനം എന്ന മഹത്തായ ആശയത്തിന് അനുമതി ചോദിച്ചവരോട് ശ്രീ വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരോടും ശ്രീ മാലിയിൽ കിട്ടൻ റൈറ്ററോടും ഗുരു ചോദിച്ചത്, ശിവഗിരി തീർത്ഥാടനം കൊണ്ട് എന്താണ് നിങ്ങൾ ലക്ഷ്യമിടുന്നത് എന്ന് ചോദിച്ചപ്പോൾ തികഞ്ഞ ഗുരുഭക്തരായ വല്ലഭശ്ശേരിക്കും TK കിട്ടൻ റൈറ്റർക്കും വ്യക്തമായ ഒരു മറുപടി നൽകുവാൻ ഉണ്ടായിരുന്നില്ല. പൗരാണികമായ തീർത്ഥാടന സങ്കല്പമാണ് അവരുടെ മനസ്സിലുള്ളത്. ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് തീർത്ഥാടനത്തിന് പോകുക, അവരുടെ പാപങ്ങൾ കഴുകിക്കളയുക, പുണ്യം നേടുക എന്നുള്ളതാണ് നാം ധരിച്ചിരിക്കുന്ന, മനസ്സിലാക്കിയിരിക്കുന്ന തീർത്ഥാടന സങ്കല്പം. എന്നാൽ ഇത്തരത്തിലുള്ള പൗരാണിക തീർത്ഥാടന സങ്കല്പത്തിൽ നിന്നും വഴിമാറി ചിന്തിച്ചുകൊണ്ട് തീർത്ഥാടനം എന്ന ആശയത്തിന് പുതിയ മാനവം രൂപവും നൽകുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ ചെയ്തത്. വർഷം തോറും തീർത്ഥാടകരായി ശിവഗിരിയിൽ എത്തിച്ചേരുന്ന തീർത്ഥാടകർക്ക് അതിനനുസൃതമായ അറിവ്, ഉണർവ് ഉണ്ടാകണം എന്നുള്ളതായിരുന്നു ഗുരുവിന്റെ വലിയ ആശയം. ഗുരുവിന്റെ ദർശനവും ഗുരുവിന്റെ സന്ദേശവും നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. മനുഷ്യൻ മനുഷ്യനായി ജീവിക്കുവാനും മനുഷ്യൻ നന്നാകുവാനും മനുഷ്യൻ ഒന്നാകുവാനുമാണ് ഗുരു നമ്മെ ഉപദേശിച്ചത്. അതുകൊണ്ട് കേവലം ആധ്യാത്മികപരമായ ഔന്നത്യം മാത്രമാകരുത്. ആധ്യാത്മികപരമായ ഔന്നത്യം, ഉയർച്ച മാത്രമല്ല തീർത്ഥാടനത്തിലൂടെ നാം നേടേണ്ടത് എന്ന് ഗുരു സൂചിപ്പിക്കുകയുണ്ടായി. മനുഷ്യ സമൂഹത്തിന്റെ, മാനവ സമൂഹത്തിന്റെ ജീവിതഗന്ധികളായ എല്ലാ വിഷയങ്ങളിലേക്കും കടന്നു ചെല്ലുവാനും എല്ലാ വിഷയങ്ങൾക്കും അവബോധം, കാലാനുസൃതമായി ഉരുത്തിരിയുന്ന ആശയങ്ങളെ ജനഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാനുള്ള സ്ഥിതിവിശേഷം തീർത്ഥാടന വേദികളിൽ ഉണ്ടാകണം എന്നുള്ളതായിരുന്നു ഗുരുവിന്റെ സങ്കല്പം. അതുകൊണ്ടാണ് ഗുരു അവരോട് ഉപദേശിച്ചത് 8 വിധത്തിലുള്ള ലക്ഷ്യങ്ങളെ സംബന്ധിച്ച്, 8 വിഷയങ്ങളെ സംബന്ധിച്ച് തീർത്ഥാടകർക്ക് അവബോധമുണ്ടാക്കി കൊടുക്കണം എന്നാണ് ഗുരു പറഞ്ഞത്. 8 വിഷയങ്ങളെ കുറിച്ച് പ്രഗത്ഭവതികളെ വിളിച്ചു വരുത്തി പ്രസംഗം പറയിപ്പിക്കണം എന്നാണ് ഗുരു പറഞ്ഞത്. ഒന്നാമതായി വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി,
കച്ചവടം, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക പരിശീലനം എന്നിങ്ങനെയുള്ള 8 വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും ചിന്തകളും പഠനങ്ങളുമാണ് ഉണ്ടാകേണ്ടത് എന്നുള്ളത്. ഈ 8 വിഷയങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ ഭൗതികവും ആത്മീയപരമായ വികാസം ഒരു മനുഷ്യന് ഭൗതിക രംഗത്ത് ഉണർവും വളർച്ചയും ഉണ്ടാകുന്നതോടൊപ്പം ആത്മീയ അടിത്തറയിൽ നിന്നുകൊണ്ട് ആ വളർച്ചയും ഉയർച്ചയും ജീവിതത്തിൽ പകർത്തി മാതൃകാപരമായ ഒരു ജീവിതത്തിലേക്ക് പോകുവാനുള്ള അവസ്ഥാവിശേഷം ശിവഗിരി തീർത്ഥാടനത്തിലൂടെ സംജാതമാകണം, ലക്ഷ്യമാകണം എന്ന വലിയ സങ്കല്പമായിരുന്നു ശ്രീനാരായണ ഗുരുദേവനുണ്ടായിരുന്നു. അതുകൊണ്ട് കാലത്തിന്റെ വളർച്ചയും ലോകത്തിന്റെ മാറ്റവും ശാസ്ത്ര സാങ്കേതിക വിദ്യ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റവും വളർച്ചയും ഉൾക്കൊള്ളുവാൻ നാം തയ്യാറാകണം. അതിലൂടെ മാത്രമേ ജീവിത വിജയം കരസ്ഥമാക്കുവാൻ കഴിയുള്ളൂ. ആ വിജയത്തിലേക്കാണ് ശിവഗിരി തീർത്ഥാടന ലക്ഷ്യങ്ങൾ, തീർത്ഥാടന വിഷയങ്ങൾ നമ്മെ കൊണ്ട് ചെന്നെത്തിക്കുന്നത് എന്ന് കൂടി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ചിറയൻകീഴിൽ നിന്നും ഗുരുവിന്റെ സമാധി പീഠമായ ശിവഗിരി മഠത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ധാരാളം വഴികളിലൂടെ നാം സഞ്ചരിക്കുകയാണ്. ഒരു തീർത്ഥാടന ലക്ഷ്യത്തിൽ ഉന്നയിച്ച ആദ്യമായി തീർത്ഥാടന ലക്ഷ്യങ്ങൾ പ്രഥമ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച വിദ്യാഭ്യാസത്തെ കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട്. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുവാൻ നമ്മെ ഉപദേശിച്ച ഗുരുവിന്റെ മഹത്തായ ഉദ്ബോധനം സംശീകരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിദ്യാഭ്യാസ രംഗത്ത് നേരായ മാർഗദർശനം നൽകുവാൻ ശിവഗിരി തീർത്ഥാടനത്തോടെ നമുക്ക് കഴിയണം. മതേതര ജനാധിപത്യ ഗവൺമെന്റുകൾക്ക്, മതേതര ജനാധിപത്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ അത് പ്രാപ്യമാക്കുവാനും ഇവിടെ അഭിനന്ദനത്തിന് അർഹരായ തദ്ദേശ സ്വയംഭരണ പ്രതിനിധികൾക്ക് കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അംഗീകാരത്തോടും അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി 93ാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള SNDP യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വിളംബര പദയാത്ര ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വിളംബര പദയാത്ര നയിക്കുന്നത് കഴിഞ്ഞ 5 വർഷക്കാലമായി ശാർക്കരയിൽ നിന്നും ശിവഗിരി മഹാസമാധി വരെ ഗുരുസമർപ്പണമായി പദയാത്രയിൽ ഉടനീളം പങ്കെടുക്കുകയും നമ്മുടെ എല്ലാം ഏറ്റവും കൂടുതൽ അവര് വയോജനം എന്ന് തന്നെ പറയാം. അവർ നമ്മുടെ ഈ പരിപാടിയിൽ വളരെ സന്തോഷകരമായി ഗുരുവിൻ്റെ സന്ദേശങ്ങളും അതുപോലെ തന്നെ ഗുരുവിൻ്റെ മൂല്യങ്ങൾ അടങ്ങിയ ഗുരുവിനെ കീർത്തനങ്ങളും എല്ലാം മനസ്സിലാവായിച്ചുകൊണ്ട് നടക്കുന്ന ശ്രീമതി ഉഷ ഇക്കുറി നമ്മുടെ ഈ പദയാത്രയുടെ ക്യാപ്റ്റനായി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവർക്ക് കുടി കൈമാറുവാൻ വേണ്ടി സ്വാമികളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
ശിവഗിരി മഹാതീർത്ഥാടന വിളംബര പദയാത്രയാണ് ഈ വീതിയിലൂടെ കടന്നു വരുന്നത്. ചിറയൻകീഴ് SNDP യൂണിയന്റെ നേതൃത്വത്തിൽ നൂറുകണക്കിന് ഗുരുവിശ്വാസികൾ പങ്കെടുക്കുന്ന ശിവഗിരി മഹാതീർത്ഥാടന വിളംബര പദയാത്രയാണ് ഇതുവഴി. കൊടിതോരണങ്ങളാൽ പീതവർണ്ണമണിഞ്ഞ രാജവീഥിയും ഗ്രാമപാതകളും താണ്ടി വൃക്ഷത്തിന്റെ ജ്യോതിർഗമയ മന്ത്രം ഉരുവിട്ടുകൊണ്ട് വഴിനീളെ അനേകായിരങ്ങൾ നൽകുന്ന സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇതാ ശിവഗിരി മഹാതീർത്ഥാടന വിളംബര പദയാത്ര കടന്നു വരികയാണ്. മുഖപ്രഭാവനായ ശ്രീനാരായണ ഗുരുവികൾ അന്യർക്ക് മതം ചെയ്യുന്നതിന് ആയുസ്സും വകുസ്സും ആത്മതപസ്സും ചെയ്ത സർവലോകപൂജിതനായ ശ്രീനാരായണ ഗുരുവികൾ ആരെയും വേർതിരിക്കാതെ SNDP യോഗം ചിറയൻകീഴ് യൂണിയനും വനിതാ സംഘവും സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന ശിവഗിരി മഹാതീർത്ഥാടന വിളംബര പദയാത്രയാണ് ഇതുവഴി കടന്നുവരുന്നത്. ചിറയൻകീഴ് ശാർക്കര ശ്രീനാരായണ ഗുരു ക്ഷേത്ര സന്നിധിയിൽ നിന്നും ഇന്നു രാവിലെ പുറപ്പെട്ട ശിവഗിരി മഹാതീർത്ഥാടന വിളംബര പദയാത്രയാണ് ഈ വീതിയിലൂടെ കടന്നുവരുന്നത്. ചിറയൻകീഴ് SNDP യൂണിയന്റെ നേതൃത്വത്തിൽ വിശ്വാസികൾ കാണുന്ന വിളംബര പദയാത്രയാണ് ഇതുവഴി ശിവഗിരി പ്രിയമുള്ള ശ്രീനാരായണ ഗുരു ദേവന്റെ നാട്ടുകാരെ പരിപാലന സമിതി ചിറയൻകീഴ് ജമാഅത്ത് നമ്മുടെ പ്രിയങ്കരായ സഹോദരങ്ങൾക്ക് സ്വീകരണം നൽകുവാൻ തീരുമാനമെടുത്ത് പരിപാലന സമിതി സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന ശിവഗിരി മഹാതീർത്ഥാടന വിളംബര പദയാത്രയാണ് ഇതുവഴി കടന്നുവരുന്നത്. ചിറയൻകീഴ് ശാർക്കര ഗുരുവിശ്വാസികൾ പങ്കെടുക്കുന്ന ശിവഗിരി മഹാതീർത്ഥാടന വിളംബര പദയാത്രയാണ് ഇതുവഴി ശിവഗിരി കുന്നുകളിലേക്ക് നടന്നു നീങ്ങുന്നത്.